Dear students, today we are going to discuss 7th Standard Social Science Chapter 2 From Trade to Power. Part 1. I am your regular teacher from SNDSY UP School. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പൈസസ് എന്താണെന്ന് അറിയാമല്ലോ, സുഗന്ധവ്യഞ്ജനങ്ങളല്ലേ. സ്പൈസസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടാനും അത് പ്രിസർവ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ്. മസാലയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്പൈസസിൻ്റെ പേരൊന്ന് പറയാമോ? അതിവിടെ ഉണ്ട്, നോക്കിക്കോട്ടോ. പെപ്പർ, കാർഡമം, സിനമൺ, ജിഞ്ചർ, ക്യുമിൻ, ക്ലോവ്സ്, ഫെനുഗ്രീക്ക്, മസ്റ്റാർഡ്, നട്ട്മെഗ്, ടർമറിക്, ചില്ലി. അതിൻ്റെ മലയാളം പേര് ഇവിടെയുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പണ്ടേ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ സ്പൈസസ് എല്ലാം ഫെമിലിയർ ആയിരുന്നു. ലോകത്തെ എല്ലാ ആൾക്കാരും നമ്മുടെ സ്പൈസസ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പല യൂറോപ്യൻ രാജ്യത്തിലെ ആൾക്കാരും, യൂറോപ്പിൽ നിന്നും മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരികയും അവർ നമ്മുടെ സ്പൈസസ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിൽ ട്രേഡിന് വേണ്ടി വന്ന ആ യൂറോപ്യൻസ് ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു മാപ്പ് ഞാൻ നിങ്ങളെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം ട്രേഡ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ ഉള്ള ആ ഒരു വേ. കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് തുർക്കിയിലൂടെ എല്ലാ ഒരു വഴിയിലൂടെ ആയിരുന്നു യൂറോപ്പിലുള്ള ആളുകൾ ഏഷ്യയിലോട്ട് കരമാർഗം എളുപ്പത്തിൽ വന്നിരുന്നത്. പക്ഷേ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺകർ ചെയ്തപ്പോൾ ആ ഒരു വേ ബ്ലോക്ക് ചെയ്യുകയും ഈ യൂറോപ്യൻസിന് പുതിയ സീ റൂട്ട്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. എന്തിന്? ഏഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് പുതിയ സീ റൂട്ട്സുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് ദ സ്പിരിറ്റ് ഓഫ് അഡ്വെഞ്ചർ, ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് കോമ്പസ് ദ യൂറോപ്യൻസ് ഫൗണ്ട് ന്യൂ സീ റൂട്ട്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആരൊക്കെയായിരുന്നു ആ യൂറോപ്യൻസ് ഇന്ത്യയിലെത്തിയതും ഇന്ത്യയിൽ അവർ ട്രേഡ് ചെയ്ത് ലാസ്റ്റ് ആ ട്രേഡ് ഈ ചാപ്റ്ററിൻ്റെ പേര് എന്തായിരുന്നു ടീച്ചർ പറഞ്ഞ? ഫ്രം ട്രേഡ് ടു പവർ. ട്രേഡിൽ നിന്ന് കച്ചവടത്തിനായിട്ട് വന്നിട്ട് അവർ പതുക്കെ ഇന്ത്യ എങ്ങനെ അവർ കീഴടക്കി, ഇന്ത്യയിൽ എങ്ങനെ അവർ അധികാരം നേടിയെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ പുതിയ സീ റൂട്ട്സ് കണ്ടുപിടിച്ച് യൂറോപ്പിൽ നിന്ന് ഏഷ്യൻ കൺട്രീസിലോട്ട്, എക്സ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് കടൽ മാർഗം സീ റൂട്ടിലൂടെ ഇന്ത്യയിലെത്തിയ യൂറോപ്യനാണ് പോർച്ചുഗീസുകാർ. പിന്നെ വന്നത് ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗൽ ഇവിടെയാണ്. ഈ ഡച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെതർലാൻഡ്സ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഡച്ചുകാരാണ് പിന്നെ വന്നത്. മൂന്നാമതായിട്ട് വന്നത് ഇംഗ്ലീഷുകാരാണ്. പിന്നെ വന്നത് ഫ്രാൻസുകാർ. ഓക്കെ, ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന്, പോർച്ചുഗലിൽ നിന്ന്, ലിസ്ബൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാസ്കോഡ ഗാമയാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ ചുറ്റി സൗത്ത് ആഫ്രിക്കയെ കടന്ന് ഇന്ത്യൻ ഓഷ്യൻ വഴി നമ്മുടെ ഇന്ത്യയിലെത്തിയത്. അദ്ദേഹം എത്തിയ സ്ഥലം എവിടെയാണെന്ന് അറിയാവോ? ഇന്ത്യയിൽ ആദ്യം വന്നിറങ്ങിയത് നമ്മളുടെ കാലിക്കറ്റിലായിരുന്നു, കോഴിക്കോടായിരുന്നു അദ്ദേഹം ആദ്യം വന്ന് ഇറങ്ങിയത്. സ്റ്റുഡൻസ്, ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഒരു 5 മിനിറ്റിലേക്കൊന്ന് പോസ് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് പോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18, പേജ് നമ്പർ 19 ഈ 2 പേജിലും ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന പോർഷൻ ഒന്ന് വായിച്ചു നോക്കുക. ആ പോർഷൻ വായിച്ചതിന് ശേഷം മാത്രം പോസ് ചെയ്തത് മാറ്റി പ്ലേ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ചുവെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Which Portuguese navigator reached Calicut in May 1948? Yes, Vasco da Gama.
ഹൂ റൂൾഡ് കാലിക്കറ്റ് അറ്റ് ദാറ്റ് ടൈം? വാസ്കോ ഡ ഗാമ കാലിക്കറ്റ് വന്നപ്പോൾ അന്നേരം കാലിക്കറ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ആ രാജാക്കന്മാർ എന്താ പറഞ്ഞിരുന്നത്? റൂളേഴ്സിന് എന്താ പറഞ്ഞിരുന്നത്? ദ സമോറിൻ, സാമൂതിരിപ്പാട് അല്ലേ? ദ സമോറിൻ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. വൈ ഡിഡ് ദ പോർച്ചുഗീസ് സെയിലർ ലെഫ്റ്റ് ഫോർ കണ്ണൂർ ഫ്രം കാലിക്കറ്റ്? കാലിക്കറ്റ് വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ എന്തുകൊണ്ട് കാലിക്കറ്റിൽ നിൽക്കാതെ തിരിച്ചവർ കണ്ണൂരിലേക്ക് പോയി? എന്തുകൊണ്ടെന്നാൽ അന്ന് ഭരിച്ചിരുന്ന സാമോറിൻസ് കാലിക്കറ്റിൽ അവർക്ക് വേണ്ട ട്രേഡിംഗ് ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തില്ല. ദ സാമോറിൻസ്, the then ruler of Calicut, did not provide trading facilities to Vasco da Gama. Who were the other Portuguese sailors that reached Kerala for trade along with Vasco da Gama? Following Vasco da Gama, Vasco da Gama വന്നതിന് ശേഷം പിന്നെ കേരളത്തിലെത്തിയ മറ്റ് പോർച്ചുഗീസ് ട്രേഡേഴ്സ് ആരൊക്കെയായിരുന്നു? അൽമേഡ, അൽബുക്കർക്ക്. അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. ഓക്കെ. വിച്ച് വർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ അവരുടെ ട്രേഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഓരോ സ്ഥലങ്ങളിൽ അവർ ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചു. എവിടെയൊക്കെയായിരുന്നു ഈ പോർച്ചുഗീസുകാർ അവരുടെ ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചത്? ഗോവ, ദമൻ, ഡിയു. ഗോവ, ദമൻ, ഡിയു. ഓക്കെ. നോക്കേ, ഗോവ ഇതാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇതാണ് ഗോവ, ഇതാണ് ദമൻ. ദമൻ ഇവിടെയാണ്, ഇന്ത്യയിൽ ഇവിടെയാണ് ദമൻ വരുന്നത്. ഡിയു ഇവിടെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഫോർട്ട്സ് കൺസ്ട്രക്റ്റഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ കേരള. കേരളത്തിലെ ഈ പോർച്ചുഗീസുകാർ കൺസ്ട്രക്ട് ചെയ്ത ഫോർട്ട്സ്, അവർ സ്ഥാപിച്ച കോട്ടകൾ എവിടേക്കാണ് എന്നാണ്. സെൻറ്റ് ആംഗ്ലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ. ക്ലിയർ ആണോ? ഓക്കെ. ഹൂ വർ നോൺ ആസ് പറങ്കീസ്? പറങ്കീസ് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരായിരുന്നു പറങ്കീസ്. വാട്ട് വർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ ഇൻ ദ എക്കണോമിക്, കൾച്ചർ ആൻഡ് സോഷ്യൽ ഫീൽഡ്സ്? പോർച്ചുഗീസുകാർ നമുക്ക് തന്ന സംഭാവനകൾ എന്തൊക്കെയാണ്? അവർ നമുക്ക് എന്തൊക്കെയാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദ്യം. അവർ എന്തൊക്കെയുണ്ട്? അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് ദേ ഇൻട്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ ആൻഡ് ടൊബാക്കോ. ഈ പറഞ്ഞ ക്രോപ്സ് എല്ലാം അവരാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പൊന്നും ഇത് നമുക്ക് ഫെമിലിയർ ആയിരുന്നില്ല. കൂടാതെ ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ ശരിക്കും അതിൻ്റെ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നമ്മളെ കേപ്പബിൾ ആക്കിയത് ഈ പോർച്ചുഗീസുകാരുടെ കമ്മിങ്ങോടുകൂടിയാണ്. അവർ വന്നതിന് ശേഷമാണ് അത് ഇത്രയും പോപ്പുലർ ആയത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ട് നാടകം എന്നുള്ള ആർട്ട് ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില ഫിലിമിലും കേട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ആർട്ട് ഫോം. നമുക്ക് നമ്മളിലേക്ക് അവർ കൂടുതൽ പോപ്പുലർ ആക്കിയത് ഈ പോർച്ചുഗീസുകാരാണ്. കൂടാതെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനും ഇവർ സഹായിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിലും വൈ കുഡിന്റ് ദ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ? അവർക്ക് കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല. ആകെ ഗോവയിലും ദമനിലും ഡിയുവിലും മാത്രമേ അവർക്ക് ട്രേഡ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് അവർക്ക് ഇവിടെ കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കാഞ്ഞത്? കാരണം എന്തായിരുന്നു? they did not have enough resources to compete with other European powers. ടീച്ചർ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു പോർച്ചുഗീസുകാർ മാത്രമല്ല, കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിൽ വന്നു ട്രേഡിൻ്റെ പർപ്പസിന് വേണ്ടി. പുതിയ സീ റൂട്ട് കണ്ടുപിടിച്ച്. അപ്പോൾ ഈ പറഞ്ഞ ഫോറിനേഴ്സിൻ്റെ ഒപ്പം, ഈ പറഞ്ഞ യൂറോപ്പീസിൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഈ പോർച്ചുഗീസുകാർക്ക് സാധിച്ചില്ല. അതുമാത്രമല്ല, ദേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം ദ നേറ്റീവ് ഫോഴ്സ്. നമ്മുടെ നാട്ടിലുള്ള റൂളേഴ്സിൽ നിന്ന് തന്നെ അവർക്ക് കുറേ റെസിസ്റ്റൻസ്, തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു, കുറേ എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. ഇവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കൂട്ടരെ കുറിച്ച് സംസാരിക്കാനുള്ളത്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് അന്ന് നമ്മളുടെ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിപ്പാടിൻ്റെ നേവൽ ഫോഴ്സ്, അവരുടെ നാവികപ്പടയുടെ പട നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ കടലിൽ കാവൽ നിന്നിരുന്ന, കടലിലൂടെ വല്ല ആക്രമണം നമ്മുടെ നാട്ടിലേക്കുന്നുണ്ടോ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി കടലിൽ കാവൽ നിന്നിരുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ നേവൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ സാമോറിൻസിൻ്റെ
നേവൽ ഫോഴ്സിനെയാണ് കുഞ്ഞാലി മരക്കാർസ് എന്ന് പറയുന്നത്. അവർ ലീഡ് ചെയ്തിരുന്ന ആൾക്കാരെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞാലി മരക്കാർ, ദ അഡ്മിറൽസ് ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. മലബാർ റീജിയനിൽ പോർച്ചുഗീസുകാരെ ഇവർ ശരിക്കും റെസിസ്റ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, നമുക്ക് ഈ കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞു നോക്കാം. ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ? 16th സെഞ്ച്വറിയിൽ കാലിക്കറ്റ് ഭരിച്ചിരുന്ന സാമോറിൻസിൻ്റെ നേവൽ ചീഫിന് കൊടുത്തിരുന്ന ആ ടൈറ്റിലായിരുന്നു കുഞ്ഞാലി മരക്കാർ അല്ലേ. അപ്പോൾ കുഞ്ഞാലി മരക്കാർ ഒരാളല്ല, അത് ഒത്തിരി പേരുണ്ട്. അവർക്ക് മരക്കാർ എന്നുള്ളൊരു ടൈറ്റിലാണ്, ഒരു പട്ടമാണ് അവർക്ക് കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞാലി കുഞ്ഞാലി 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ, അങ്ങനെ ഇങ്ങനെ 4 പേരായിരുന്നു കൂടുതലും പോപ്പുലർ ആയിരുന്നത്. ഈ മരക്കാർമാരിൽ വെച്ചിട്ട് കൂടുതൽ പോപ്പുലർ ആയിരുന്നത് ഈ 4 പേരായിരുന്നേ. ഇവർ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്തതിൽ ഇവർക്കൊരു വളരെ വലിയൊരു സ്പേസ് ഉണ്ട്. അവർക്കൊരു ആ ഒരു ക്രെഡിറ്റ് ഉണ്ട്. ദ ഫസ്റ്റ് നേവൽ ഡിഫൻസ് ഓഫ് ദ ഇന്ത്യൻ കോസ്റ്റ് എന്നുള്ളൊരു ക്രെഡിറ്റ് നമുക്ക് ഈ മരക്കാർമാർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അവരായിരുന്നു ഈ 16th സെഞ്ച്വറി ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഇവിടെ വന്ന പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ കുറേയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയത്. കൂടാതെ മറ്റൊരു കാര്യം ടീച്ചറിന് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ 4-മൻ വരെ പറഞ്ഞായിരുന്നല്ലോ. ഇതിൽ കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ പിടിച്ചുകൊണ്ട് ഗോവയിൽ പോയിട്ട് അദ്ദേഹത്തിനെ വധിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ശിരസ് കണ്ണൂരിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ അവർക്ക് കുറേ സാക്രിഫൈസ് ഈ പറഞ്ഞ മരക്കാർമാർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ശരിക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ മരക്കാർമാരുടെ അവരുടെ ആൻസിസ്ട്രൽ ഹോം എന്ന് വെച്ചാൽ അവരുടെ കുടുംബ വീടെന്ന് പറയില്ലേ, അതിപ്പോൾ ഉള്ളത് കോട്ടയ്ക്കൽ കാലിക്കറ്റ് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിപ്പോൾ മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് ചെറിയ ഐഡിയ കിട്ടിയല്ലോ, അവരാരായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നമുക്കൊരു കാര്യം നോക്കാം. അപ്പോൾ ഈ പോർച്ചുഗീസുകാരൊക്കെ വരുന്നതിന് മുമ്പ്, യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പും ഇന്ത്യയിൽ പല ഫോറിനേഴ്സ് വന്നിരുന്നു. ഇന്ത്യയിൽ പല ഫോറിനേഴ്സ് ട്രേഡ് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളവുമായിട്ടൊക്കെ ട്രേഡ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ അറേബ്യൻ രാജ്യത്തിൽ നിന്ന് പറഞ്ഞ അറബികൾ. അപ്പോൾ പോർച്ചുഗീസുകാർ ബിഫോർ ദ പോർച്ചുഗീസ് അറബ്സ് വർ എൻഗേജ് ഇൻ ട്രേഡ് റിലേഷൻ വിത്ത് കേരള. പക്ഷേ ഈ പോർച്ചുഗീസുകാർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അറബികൾക്ക് കേരളത്തിലുണ്ടായിരുന്ന ആ മോണോപ്പൊളി, ഒരു കുത്തക, അവരാണ് അവിടെ കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു അധികാരമൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പിന്നെ പോർച്ചുഗീസുകാരായി അവിടെ. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ പറയില്ലേ മേശ, മലയാളത്തിൽ പറയില്ലേ മേശ, കസേര, വരാന്ത, കുഷ്നി, ഈ വാക്കുകളെല്ലാം, ഈ മലയാളം വേർഡ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തത് പോർച്ചുഗീസുകാരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ പല വേർഡ്സിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഈ വാക്കുകളൊക്കെ ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ പോർച്ചുഗീസുകാർ നമുക്ക് കുറേ കോൺട്രിബ്യൂഷൻസ് ആക്ച്വലി ചെയ്തിട്ടുണ്ട് അല്ലേ. അവർ നമുക്ക് കുറേ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. പിന്നെ പ്രിൻറ്റിങ് മെഷീൻ്റെ യൂസ് സ്പ്രെഡ് ചെയ്തു. ക്രിസ്ത്യാനിറ്റി ഇവിടെ പോപ്പുലറാക്കി. പിന്നെ ഇതേപോലെ നമുക്ക് നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ കുറേ പുതിയ വാക്കുകൾ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമുക്ക് നേടിയതൊക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി പോർച്ചുഗീസുകാരെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന കാലഘട്ടവും ഇവിടെ ഇന്ത്യയിൽ എങ്ങനെയാണ് അവർക്ക് കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റാഞ്ഞതെന്നും ആരാണ് അവരെ റെസിസ്റ്റ് ചെയ്തതെന്നും നമുക്കന്ന് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you in the next class.